ബഹുമാനായ വിൻസെൻ്റ് പറഞ്ഞത് ഈ പൊളിറ്റിക്കൽ പാട്രണേജ് SFIക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നടക്കാൻ പാടില്ലാത്ത എന്തോ സംഭവങ്ങൾ നടക്കുന്നുവെന്ന്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, SFIയെ അധിക്ഷേപിക്കുന്നതിന് അതിരുവേണ്ടേ എന്ന് ഞാനേതോ ഘട്ടത്തിൽ പറഞ്ഞു വന്നു. സർ, അത് ചില കാര്യങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളെല്ലാവരും പൊതുവെ അംഗീകരിക്കുന്നതും RSSന് വലിയ വിഷമമുണ്ടാക്കുന്നതുമായ ഒരു പേരും ചിത്രവുമാണല്ലോ മഹാത്മാഗാന്ധിയുടേത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഗാന്ധി ചിത്രം SFIക്കാർ തകർത്തുവെന്നായിരുന്നല്ലോ വലിയ പ്രചരണം അഴിച്ചുവിട്ടിരുന്നത്. സർ, അത് ഇപ്പോൾ ശബ്ദമുണ്ടാക്കുന്നവരെക്കാളും കടുത്ത ശബ്ദത്തിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതാണല്ലോ സർ. പക്ഷേ പിന്നീട് വസ്തുതകൾ കൃത്യമായി പുറത്തു വന്നല്ലോ. എന്താണ് ആ വസ്തുത? SFIക്കാർ ഓഫീസ് വിട്ടിറങ്ങുന്നു. ആ ഘട്ടത്തിൽ ഗാന്ധി ചിത്രം അവിടെയുണ്ട് സർ. ആ ഓഫീസിൽ കയറിയ SFIക്കാർ മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗാന്ധി ചിത്രത്തിനൊരു കേടുമില്ല. ഗാന്ധി ചിത്രം അവിടെയുണ്ട്. അപ്പോൾ അതിനുശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു. സർ, ആരാണ് ഗാന്ധി ചിത്രം തകർത്തതപ്പോൾ? അവിടെയുള്ളത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. ഗാന്ധി ചിത്രം തകർത്തതിൻ്റെ പേരിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്തിന് ഗാന്ധി ചിത്രം തകർക്കാൻ പോയി? നാണം കെട്ട രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നോക്കുക. നാണം കെട്ട രീതിയിൽ അംഗീകരിക്കല്ല വേണ്ടത്, അതിനെ ന്യായീകരിക്കല്ല വേണ്ടത്. അങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് പറയാ വേണ്ടത്. നിങ്ങളുടെ ചെറുപ്പക്കാരിങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. വെറുതെ കയ്യുമുയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ സർ. അടുത്ത ദിവസമാണല്ലോ നമ്മുടെ AKG സെൻറ്റർ ആക്രമണ കേസിലുള്ള ഒരു ആളെ അറസ്റ്റ് ചെയ്തത്. എന്തായിരുന്നു ആ ഘട്ടത്തിലുണ്ടായിരുന്ന പരിഹാസം? ഇവിടെ തന്നെ എത്രമാത്രം ചോദ്യങ്ങളായിരുന്നു പരിഹാസപൂർവ്വം ചോദിച്ചിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയല്ലേ പിടിയിലായത്? ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ ആള് ഇതിൻ്റെ മുഖ്യ ആസൂത്രകനായിരുന്നു എന്ന് വ്യക്തമായില്ലേ സർ? അതേസമയം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, KPCC പ്രസിഡൻറ്റിൻ്റെ അടുത്ത അനുയായിയായിരുന്നു. ഞാനൊരു ദിവസം വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ആ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമമുണ്ടായല്ലോ. ആ ദിവസം ഇതേ വ്യക്തി ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നും ഇപ്പോൾ പുറത്തു വന്നില്ലേ? അപ്പോൾ അതിൻ്റെ ആസൂത്രണത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നല്ലേ വ്യക്തമാകുന്നത് സർ? അപ്പോൾ നാം കാണേണ്ടത് തെറ്റായ രീതികൾ പ്രചരണത്തിനു വേണ്ടി നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ SFIയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമങ്ങൾ നടന്നപ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച്
അത്തരം അധിക്ഷേപം നടത്തുന്നതിന് അതിനു വേണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നമ്മളെല്ലാവരും ഓർക്കുന്നൊരു കാര്യമല്ലേ, കുറച്ച് വർഷം മുൻപ് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാർ ചാപ്പകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വൻപിച്ച പ്രചരണം. ഏതായിരുന്നു ബഹളം, എന്തെല്ലാം കലാപങ്ങളായിരുന്നു അതിൻ്റെ മേലെ സംഘടിപ്പിച്ചിരുന്നത്. സർ, ഇതേ ആള്, ഈ ചാപ്പ കുത്തപ്പെട്ട ആള്, അദ്ദേഹം KSU വിദ്യാർത്ഥി നേതാവായിരുന്നല്ലോ. അദ്ദേഹം പിന്നീട് പറഞ്ഞതെന്താ, ഇത് ഗൂഢാലോചന വഴി സ്വയം സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന നിലയുണ്ടായില്ലേ. സർ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമല്ലേ, പുറത്ത് വന്ന കാര്യമല്ലേ. സർ, ഇവിടെ SFIയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഈ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFIയുടെ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. സർ, ആ തരത്തിൽ നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ രീതിയിൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നത് SFI അല്ലേ. ഇവിടെ ഏതെങ്കിലും ഇത്തരമൊരു അനുഭവം KSUവിന് പറയാനുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തരത്തിലും അപലപിക്കപ്പെട്ടപ്പോൾ ധീരജ് രാജേന്ദ്രൻ്റെ ആ അരുൺ കൊലയെപ്പറ്റി ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ് പ്രതികരിച്ചത് എന്തായിരുന്നു എന്ന് ഓർമ്മയില്ലേ? ഞാനത് ആവർത്തിക്കേണ്ടതുണ്ടോ? എരന്ന് വാങ്ങിയ അല്ലേ, അതല്ലേ പറഞ്ഞിരുന്നത്. സർ, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? കൊല നടത്തുക, നടത്തിയ കൊലയെ നിർലജ്ജം ന്യായീകരിക്കുക, ആ കൊലയാളികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. സർ, ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഈ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയത്. സർ, അത് വീണ്ടും ഞാൻ ആവർത്തിക്കണോ? എന്തായിരുന്നു സംഭവിച്ചത്? എന്തിനായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണത്? ആ ചാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ? എന്താ സംശയം? സർ, ഇവര് ബഹളം വെച്ചതുകൊണ്ടോ ഇവർക്ക് വേണ്ടി കുറേ മാധ്യമങ്ങൾ വല്ലാതെ ശബ്ദമിട്ടതുകൊണ്ടോ വസ്തുതയല്ലാതാവുമോ? സർ, ഇവിടെ ഞങ്ങളെപ്പറ്റി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളത് ഇന്നലെ മനസ്സിലായല്ലോ. ഇന്നലെ മാതൃഭൂമി പത്രം കൊടുത്തില്ലേ ഒരു വാർത്ത? EP ജയരാജൻ എന്ന് പറയുന്ന ആള് ആ കമ്മിറ്റിയിൽ സംസാരിക്കാത്തയാളാ. നാണം വേണ്ടേന്ന് ഇങ്ങനത്തെ ഓരോന്നും എടുത്ത് നടത്താൻ, എന്നിട്ട് അങ്ങനെ ഓരോന്ന് എഴുന്നള്ളിച്ച് നടക്കുകയാണ്. ആ മാധ്യമ വാർത്തയും കൊണ്ടാണ് ഇപ്പോൾ എടുത്ത് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ പറ്റിയാണല്ലോ. അത് തന്നെ പറയട്ടെ.
അത് കേൾക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര വിറളി? ഇവർക്ക് സന്തോഷമല്ലേ വേണ്ടത്? എന്തായാലും അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പരാജയപ്പെട്ടു പോയെങ്കിൽ അത് ഞാൻ വീണ്ടും പറയുമ്പോൾ ഇവർക്ക് സന്തോഷമല്ലേ വേണ്ടത്? ഇവരെന്തിനാണ് വെപ്രാളപ്പെടുന്നത്? ഇവരെന്തിനാണ് വെപ്രാളപ്പെട്ട് ചാടിക്കൊണ്ടിരിക്കുന്നത്? സർ, ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ്. ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു. ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്? അതെങ്ങനെ കുറ്റകരമാവും? ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? ഞാൻ കാണാത്ത വസ്തുതയെക്കുറിച്ച് പിന്നെ ഞാനെങ്ങനെ പറയൂ? അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അത് അന്നും പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ വാർത്തകൾ കൈയടിക്കണേ തീരുമാനിച്ചോളൂ. അത് വേറെ. അത് നിങ്ങൾ തീരുമാനിക്കണ്ട. കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചോളൂ. കേട്ടില്ലേ? അതിന് നിങ്ങളുടെ ശുപാർശ വേണ്ട. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കൈയടിക്കുന്നവരുമല്ല അവർ. അത് മനസ്സിലായിക്കോ. നിങ്ങൾ ഏർപ്പാട് ചെയ്ത് വെച്ചാൽ മതി. ആ ഏർപ്പാട് നിങ്ങളുടെ കൂട്ടത്തിലേ ഉള്ളൂ, ഞങ്ങളുടെ കൂട്ടത്തിലില്ല.